എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ എങ്ങനെ ഗ്ലോ ആൻഡ് ബ്രൈറ്റ്നെസ് ആക്കി നല്ലൊരു സ്കിൻ അടിപൊളിയാക്കി വെക്കാമെന്നുള്ളതാണ് കേട്ടോ. അതല്ലേ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എങ്ങനെ ആക്കി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് ഹോം റെമഡി ഉണ്ട്, അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമേ തന്നെ നമ്മുടെ സ്കിന്നിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ നല്ല സ്കിൻ കെയർ റുട്ടീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് അടിപൊളിയായിട്ട് നല്ല ഗ്ലോയിങ്ങും നല്ല ബ്രൈറ്റനിങ് ഒക്കെ ആക്കി വെക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ബേസിക്കായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്യുക. മുഖം ഒന്ന് ആദ്യമേ തന്നെ മോർണിംഗ് റുട്ടീനിൽ ക്ലെൻസ് ചെയ്യുക, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. ഇത് മൂന്നുമാണ് കേട്ടോ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ലൊരു അടിപൊളി ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ ആണ് കേട്ടോ. അടിപൊളിയാണ്, അത് എല്ലാ സ്കിന്നിനും പറ്റിയൊരു ടൈപ്പ് ക്ലെൻസറാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യമേ തന്നെ. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് SPF 30 ആണ് കേട്ടോ. മോർണിംഗിൽ നമ്മളങ്ങനെ ഒരുപാട് വെയിലത്തൊന്നും ഇറങ്ങുന്നില്ലാത്തത് കൊണ്ട് SPF 30 മതി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൺസിൻ്റെ ആണ്, സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമ്മളിപ്പോൾ 1-2 ദിവസം ഇട്ടിട്ട് അയ്യോ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു 1 month എങ്കിലും മിനിമം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിറംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിറം എന്ന് പറയുന്നത് ഡെർമാക്കോടെ 2% കോജിക് ആസിഡ് സിറമാണ്. അതൊരു ഫേസ് സിറമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് സെൻസിറ്റീവ് ആവാനും നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവാനും ഉള്ള സ്കിന്നൊക്കെ പെട്ടെന്ന് പൊള്ളാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഈ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാച്ചുറൽ സ്കിൻ കെയർ ആണ് കേട്ടോ. അതായത് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ സ്കിൻ കെയർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ അടുക്കളയിൽ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാതിരിക്കും. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യാതിരിക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് ഒരുപാട് അകത്തും പുറത്തും നല്ലതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ അടുത്തായിട്ട് കടലമാവാണ്. കടലമാവ് നമ്മുടെ സ്കിന്നിനെ നന്നായി എക്സ്പ്ലോറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കടലമാവും കൂടി റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊന്ന് നല്ല ഒരു തണുത്ത വെള്ളത്തിൽ മുഖം ഒന്ന് വാഷ് ചെയ്ത് കളയുക. നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ലതായിട്ട് ഇതൊരു ആഴ്ചയിൽ ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ ഇത്. അതൊരു നല്ലൊരു വ്യത്യാസം വരും. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും പറ്റിയ ഒരു നാച്ചുറലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത്. പിന്നെ കറ്റാർ വാഴയും ചന്ദനത്തിൻ്റെ പൊടിയും റോസ് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ്. ഇതൊരു വീക്ക്ലി 1 or 2 days ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു 1-2 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരുപാട്
അപ്പോൾ ഈ കറ്റാർവാഴ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ മറ്റേ കറ്റാർവാഴ പോളയില്ലേ അത് തന്നെയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഈ ജെല്ലൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് എന്താ പറയുക എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. അടുത്തായിട്ടൊരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയും ചന്ദനത്തിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുക. നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് ലാസ്റ്റത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 4-5 ബദാം കായ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് ഒരല്പം ഓട്സിൽ തൈരും തേനും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത്രയും 4ഉം കൂടെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്ത് കളയാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് വീക്ക്ലി വൺസ് എങ്കിലും ചെയ്തെങ്കിലേ നമുക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒറ്റ തവണ ചെയ്തിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലായിരിക്കുന്നതാണ്. അപ്പോൾ യാതൊരു കാര്യവും ഇല്ല. നമ്മളത് ഒരു മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്നുകൂടെ പറയാണ്, ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ബൈ.